ಮಂಗಳ ಏರ್ಲಿ ಮಂಗಳ ಅರ್ಲಿ ಮಂಗಲಾಪುരം ಚಿಗುರೂರ್ നഴ്സറി ഉടമയായ സർവേശ റാവു, ഒരു ഗ്രാഫ്റ്ററായ ഗുരുരാജ, ഫോറസ്റ്റ് ഓഫീസറായിരുന്ന ഗബ്രിയൽ വൈഗാസ് എന്നിവർ ചേർന്ന് വിപണിയിലെത്തിച്ച ഒരു നാടൻ വരിക്കപ്ലാവിനമാണ് മംഗള ഏർലി. നല്ല രോഗപ്രതിരോധ ശേഷിയുള്ളതും പെട്ടെന്ന് വളരുന്നതുമായ ഈ ഇനം 3 വർഷം കൊണ്ട് കായ്ക്കുവാൻ തുടങ്ങുന്നു. സൂപ്പർ ഏർലി വിഭാഗത്തിൽപ്പെട്ട ഇനങ്ങൾ 1.5 വർഷത്തിലും മറ്റിനങ്ങൾ 5 വർഷത്തിലുമാണ് സാധാരണയായി കായ്ക്കുന്നത്. മംഗള ഏർലി 3 വർഷത്തിൽ കായ്ക്കുമെന്നും അധികം പടർന്നു പന്തലിക്കാത്തതിനാൽ ചെറിയ പ്ലോട്ടുകൾക്കും യോജിക്കുമെന്നും വിപണിയിലെത്തിക്കുന്നതിനു മുന്നേ ശ്രീ വൈഗസ് നടത്തിയ വർഷങ്ങളുടെ പഠനത്തിൽ പറയുന്നു. ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഏർലി ഫ്രൂട്ടിംഗ് എന്നത്. നവംബർ അവസാനം മുതൽ ഫെബ്രുവരി വരെയാണ് മംഗള ഏർലിയുടെ സീസൺ. അതായത് മറ്റു പ്ലാവുകൾക്ക് വളരെ മുന്നേ ഓഫ് സീസണിൽ വിപണിയിൽ ചക്കയെത്തിക്കാൻ കഴിയുന്നു. ഈ കാലയളവിൽ നല്ല പരിചരണം കിട്ടിയ ഒരു പ്ലാവിൽ നിന്നും 40 ചക്കകൾ വരെ കിട്ടും. ഒരു ചക്കച്ച് 8 മുതൽ 10 കിലോ വരെ തൂക്കവുമുണ്ടാകും. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലും ചെറിയ അളവിൽ ചക്കകൾ ലഭിക്കും. നല്ല മഞ്ഞ നിറമുള്ള ചുളകൾ അതീവ രുചികരമാണെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. മധുരത്തിന്റെ അളവ് 25 ബ്രിക്സ് എന്ന് അവർ നടത്തിയ ടെസ്റ്റിൽ പറയുന്നുണ്ട്. ശരിയാണെങ്കിൽ ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന മറ്റു ചക്കകളേക്കാൾ മധുരം ഇവയ്ക്കുണ്ടെന്ന് പറയാം. എല്ലാ പഠനങ്ങൾക്കും ശേഷം 2022 പകുതിയോടെയാണ് മംഗള ഏർലിയുടെ തൈകൾ വിപണനത്തിന് തയ്യാറായത്. അതുകൊണ്ടുതന്നെ ഇവ കേരളത്തിലെവിടെയും കായ്ച്ചിട്ടില്ല. കോസ്റ്റൽ ഏരിയയ്ക്കും മലമ്പ്രദേശത്തിനും ഇവ അനുയോജ്യമാണെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. അതുകൊണ്ടുതന്നെ കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് ഇവ അനുയോജ്യമാണെന്ന് കരുതാം. മിസ്റ്റർ വൈഗാസ് തന്റെ തോട്ടത്തിലുള്ള 10 വർഷത്തിലേറെ പ്രായമുള്ള മദർ പ്ലാന്റുകളിൽ നിന്നും 50ലേറെ തൈകൾ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുകയും അവ 3 വർഷം കൊണ്ട് കായ്ക്കുമെന്നും നവംബർ അവസാനം ചക്കകൾ പറിക്കാമെന്നും ഉറപ്പുവരുത്തിയ ശേഷമാണ് കൂടുതൽ തൈകൾ ഉൽപ്പാദിപ്പിച്ച് വിപണിയിലെത്തിച്ചത്. രോഗപ്രതിരോധശേഷി, പെട്ടെന്നുള്ള വളർച്ച, ഓഫ് സീസണിൽ ചക്ക കിട്ടുന്നു, നല്ല സുഗന്ധവും മധുരവും, അധികം പടർന്നു പന്തലിക്കുന്നില്ല എന്നീ ഗുണങ്ങൾ മംഗള ഏർലിയെ വാണിജ്യകൃഷിക്ക് അനുയോജ്യമാക്കുന്നു. കർഷകർക്കുവേണ്ടി ഉൽപ്പാദിപ്പിച്ച ഇനമായതിനാൽ ഇതിനെ ഫാമേഴ്സ് വെറൈറ്റി എന്നും വിളിക്കുന്നു.